കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലൗഡ് ഫോർമേഷൻ വരെയാണ് പറഞ്ഞിരുന്നത്. ക്ലൗഡ്സ് ഫോം ചെയ്യും, അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പർ മുകളിലേക്ക് വരികയും ഒരു ഡ്യൂ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ വാട്ടർ വേപ്പറുകളൊക്കെ തണുത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും, ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. ഇങ്ങനെ ഉള്ള ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സാണ് നമ്മൾ ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ക്ലൗഡ്സ് വീണ്ടും മുകളിലേക്ക് വരും. ഈ അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇത് തണുത്ത് തണുത്ത് വരും. എന്നിട്ട് ഈ സ്മാൾ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടെ കൂടിയിട്ട് കുറച്ചുകൂടെ ഹെവിയർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. തണുക്കുന്നതിനനുസരിച്ച് അടുത്തടുത്ത് വരും. കാരണം നിങ്ങൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വാട്ടർ വേപ്പർ വാട്ടർ ആവുന്നതിനനുസരിച്ച് അല്ലേ, നീരാവിയാണെങ്കിൽ ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കും, വെള്ളമാവുന്നതിനനുസരിച്ച് അതിങ്ങനെ അടുത്തടുത്ത് വരും. വാട്ടർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അടുത്തടുത്ത് വരും, എന്നിട്ട് കൂടിച്ചേർന്ന് വലിയ വാട്ടർ ഡ്രോപ്സ് ആയിട്ട് മാറും. ഇങ്ങനെ വലിയ വാട്ടർ ഡ്രോപ്ലെറ്റായി മാറിക്കഴിഞ്ഞാൽ വലിയ വാട്ടർ ഡ്രോപ്സിന് അന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വളരെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ആകുമ്പോൾ അന്തരീക്ഷത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ എയറിൽ. അല്ലാത്തത് എന്ത് ചെയ്യും, താഴത്തേക്ക് വരും. അങ്ങനെ താഴത്തേക്ക് വരുന്ന വിധത്തിൽ ആ വരുന്ന വഴിയിലുള്ള എല്ലാ ടൈനി ഡ്രോപ്ലെറ്റ്സിനെയും അതിനോട് കൂടെ കൂട്ടിയിട്ട് ഒരു ഹെവി ഡ്രോപ്ലെറ്റ് ആയിട്ട് താഴത്തേക്ക് വരും. ഇതിനാണ് നമ്മൾ റെയിൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേര് പ്രസിപ്പിറ്റേഷൻ എന്നാണ്. മഴ അളക്കാനുള്ള ഉപകരണമാണ് റെയിൻ ഗേജ്. നമ്മൾ സെൻറ്റിമീറ്ററിലാണ് മഴ അളക്കാറുള്ളത്. സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്ററൊക്കെയാണ് നമ്മൾ മഴ അളക്കാറുള്ളത്. മഴ എത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കാറുള്ളത്. ഭൂമിയിൽ മാക്സിമം കൂടുതൽ കിട്ടുന്ന മഴ എന്ന് പറഞ്ഞാൽ 200 സെൻറ്റിമീറ്ററാണ്. ഈ ഭൂമധ്യരേഖാ പ്രദേശങ്ങളോട് അടുത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വനങ്ങളെ, റെയിൻ ഫോറസ്റ്റുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെയുള്ള ഏരിയകളിൽ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയനുകളിലൊക്കെ 200 സെൻറ്റിമീറ്ററിൽ അതിന് മുകളിൽ മഴ ലഭിക്കാറുണ്ട്. ലോവസ്റ്റ് റെയിൻ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. ചൂട് കൂടിയ മരുഭൂമികളിലും അതേപോലുള്ള സെൻട്രൽ ഏഷ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 25 സെൻറ്റിമീറ്ററിലും താഴെ മാത്രമാണ് മഴ ലഭിക്കാറുള്ളത്. മീഡിയം റെയിൻഫോൾ എന്ന് പറയുന്നത് 25 to 200 സെൻറ്റിമീറ്റർ. ബാക്കിയുള്ള പല സ്ഥലം യൂറോപ്യൻ കൺട്രീസിലും അതേപോലെ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഒരു റേഞ്ചിലാണ് മഴ ലഭിക്കാറുള്ളത്. ഇനി അടുത്തൊരു ടേം റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇസ് നോൺ ആസ് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറിൻ്റെ പ്രസൻസിനാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക. ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ എയർ, അതേപോലെ അവിടുത്തെ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറും അതിലുള്ള വാട്ടർ വേപ്പറും. അപ്പോൾ സമ്മർ സീസണിൽ നമുക്ക് വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടും, അതേസമയം ഹ്യൂമിഡിറ്റിയും കൂടും. അതേസമയം ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഓക്കെ, രണ്ടും ഹൈ ആയിക്കൊണ്ടാവാം. ഇനി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു വോളിയം ഓഫ് എയർ, ഫിക്സഡ് വോളിയം ഓഫ് എയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ സമയത്ത് പ്രസൻസുള്ള എയർ. ഓക്കെ, അതോടൊപ്പം തന്നെ ശരിക്കും അത്രയും വോളിയം എയർ സാച്ചുറേറ്റ് ആവാൻ ആവശ്യമായ വാട്ടർ വേപ്പർ, അതായത് കംപ്ലീറ്റ് എയർ ഫിൽ ആവാൻ ആവശ്യമായ വാട്ടർ വേപ്പർ, അതിനാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് ദ ratio of the mass of water vapor actually present in a certain volume of air at room temperature to the mass of water vapor required to saturate the same volume of air at that temperature. ആ ടെമ്പറേച്ചറിൽ അത്രയും എയറിനെ സാച്ചുറേറ്റ് ആക്കാൻ എത്ര എയർ ആണോ ആവശ്യം, അത് അതേപോലെ തന്നെ ശരിക്ക് പ്രസൻസ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ, ഇത് രണ്ടിൻ്റെ റേഷ്യോ ആണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എയറും അതിൻ്റെ പ്രഷറുമാണ്. എയർ എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണ്. സ്വാഭാവികമായിട്ട് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന് ഒരു മാസ് ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും അല്ലേ. ഗ്രാവിറ്റിയിൽ ഒരു എയർ എന്ന് പറയുന്ന മിക്സറിനൊരു വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ എന്ത് വെയിറ്റുള്ള സാധനമാണെങ്കിലും അതിന് താഴെയുള്ള വസ്തുവിനെ എന്ത് ചെയ്യും, അത് പുഷ് ചെയ്യും. നമ്മൾ തലയിൽ ഒരു സാധനം എടുത്തു വെച്ച് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ താഴോട്ടേക്ക് തള്ളും, നമുക്ക് വെയിറ്റ് ആയിട്ട് അനുഭവപ്പെടുന്നത്. അതേപോലെ എർത്തിന് ചുറ്റുമുള്ള ഈ അറ്റ്മോസ്ഫിയർ, അതിന് താഴെയുള്ള എല്ലാ വസ്തുക്കളിലും ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ഡൗൺവാർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്.
ദ ഫോഴ്സ് ഓഫ് എയർ കോളം ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ് റിസൾട്ട്സ് ഇൻ എ പ്രഷർ എക്സെപ്റ്റ് ബൈ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എയർ അതിന് താഴേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രഷറിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് അബൌട്ട് 1 കിലോഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ ഓർ 10 ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ നമ്മൾ ഭൂമിയിൽ അളക്കുക, എന്നിട്ട് ഭൂമിയുടെ മുകളിൽ വരെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും എൻഡ് വരെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നമ്മൾ എടുത്ത ഏരിയയിൽ 1 കിലോഗ്രാം എയർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 10 ടണ്ണ് എയർ ഉണ്ടാവും. ആ എയർ അതിന് താഴേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന 2 എക്സ്പെരിമെൻറ്റുകളാണ്. ഒന്ന്, നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, ശേഷം നമ്മൾ ഒരു കപ്പ്, കാലിയായിട്ടുള്ള, ഉള്ളിലൊന്നും ഇല്ലാത്തൊരു കാലി കപ്പ് വെള്ളത്തിലേക്ക് കമഴ്ത്തുക, എന്നിട്ട് പ്രസ് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് താഴോട്ടേക്ക് പോകില്ല. നമ്മൾ കുറച്ചൊക്കെ താഴോട്ട് പിന്നെ നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? ഇതിനുള്ളിൽ എയർ ഉണ്ടെങ്കിൽ ഇത് താഴോട്ടേക്ക് പോകില്ല. അതിന് മറ്റേ നിങ്ങളുടെ ഇതിൽ കാണിച്ചത് ഒരു ബോട്ടിൽ കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കുക, അതിനുശേഷം തണുത്ത വെള്ളം കുറച്ച് സമയത്ത് മൂടി, നന്നായിട്ട് ടൈറ്റായി മൂടി തണുത്ത വെള്ളം അതിന് മുകളിൽ ഒഴിക്കുക. അപ്പോൾ ബോട്ടിലാകെ ഡിസ്റ്റോർട്ടഡ് ആവും, പൊട്ടിപ്പോവും. എന്താ കാരണം? ചൂടുള്ള വെള്ളത്തിൽ എടുക്കുന്നതോടുകൂടെ ഇതിൽ വാട്ടർ വേപ്പർ ഫില്ലാവും. നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ പെട്ടെന്ന് വാട്ടറായി മാറും. അതോടുകൂടെ അതിൽ അത്രയും ഭാഗം ഒഴിഞ്ഞു കിടക്കും. പുറത്തുള്ള എയറിൻ്റെ പ്രഷർ കാരണം അത് ബോട്ടിൽ ഡിസ്റ്റോർട്ടഡ് ആയി പോകും. ഇനി അടുത്ത വേരിയേഷൻ ഓഫ് എയർ പ്രഷർ വിത്ത് ഹൈറ്റ് ആണ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത നോക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഗ്രാവിറ്റേഷൻ കാരണം ഭൂമിയോട് ഏറ്റവും അടുത്ത ഭാഗത്താണ് കൂടുതൽ എയർ ഉള്ളത്. എയറിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത പ്രദേശത്താണ് ഉണ്ടാവുക. മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് വരും. ഇനി ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയും. അപ്പോൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭൂമിയുടെ എയർ പ്രഷർ കുറഞ്ഞാണ് വരാറുള്ളത്. ഭൂമിയുടെ അടുത്ത പ്രദേശത്താണ് എയർ പ്രഷർ വളരെ കൂടുതൽ. എയർ പ്രഷർ മെഷർ ചെയ്യുന്ന ഉപകരണം എന്ന് പറയുന്നത് ബാരോമീറ്റർ ആണ്. എയർ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് ബാരോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. വിമാനങ്ങളൊക്കെ പറക്കാറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏകദേശം 10 കിലോമീറ്റർ ഉയരത്തിലാണ് വിമാനം പറക്കാറുള്ളത്. അതിൻ്റെ കാരണം ഭൂമിയോട് അടുത്ത് പറക്കുന്ന സമയത്ത് ഈ എയർ പ്രഷർ ഓവർകം ചെയ്യണം. എയറിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ ഡെൻസിറ്റി കൂടിയ എയറിലൂടെ പറക്കണമെങ്കിൽ കൂടുതൽ ഇന്ധനം ചിലവാക്കേണ്ടി വരും. അതേസമയം കുറേ ഉയരത്തിലൂടെ പറക്കുകയാണെങ്കിൽ അത്രത്തോളം ഇന്ധനം ആവശ്യമില്ല. സിമ്പിളായിട്ട് പറക്കാൻ വേണ്ടി കഴിയും. കുറഞ്ഞ ഇന്ധനത്തിൽ തന്നെ വിമാനത്തിന് പറക്കാൻ വേണ്ടി കഴിയും. ഇനി അടുത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ, ദ റീജിയൻ ഓഫ് എയർ അറൗണ്ട് എർത്ത് ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയർ. നമ്മൾ മുമ്പ് കണ്ട ടേമാണ്. ഭൂമിയുടെ ചുറ്റുമുള്ള എയറിൻ്റെ റീജിയനാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയറാണ് നമ്മളെ സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ രശ്മികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അൾട്രാവയലറ്റ് റേയിൽ നിന്നും ഉൾപ്പെടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറാണ്. ഈ അറ്റ്മോസ്ഫിയറിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, ഈ കോമ്പോസിഷനുള്ള വേരിയേഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്കിതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഭൂമിയുടെ സർഫസിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ വരെ ഉയരത്തിൽ ട്രോപ്പോസ്ഫിയർ ആണ്. 10 to 15 പറയാറുണ്ട്, എന്തായാലും 10 കിലോമീറ്റർ to 15 കിലോമീറ്റർ ഉയരത്തിൽ ട്രോപ്പോസ്ഫിയർ ആണ്. അത് കഴിഞ്ഞ് 10 to 50 അല്ലെങ്കിൽ 15 to 50 കിലോമീറ്റർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. പിന്നെ 50 to 85 കിലോമീറ്റർ മെസോസ്ഫിയർ ആണ്. 85 to 500 കിലോമീറ്റർ തെർമോസ്ഫിയർ ആണ്. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ നിന്ന് 500 കിലോമീറ്റർ വരെ ഉയരത്തിൽ എയറുണ്ട്. 500 കിലോമീറ്റർ വരെ ഉയരത്തിൽ എയറുണ്ട്. എന്നാൽ ഈ മൊത്തം എയറിൻ്റെ
18% ഉള്ളത് നമ്മൾ പറഞ്ഞ ട്രോപ്പോസ്ഫിയറിലാണ്. അതായത് ആദ്യത്തെ 10-15% ഈ 500 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള എയറിൻ്റെ 18% ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ വാട്ടർ വേപ്പറും ഈ ഒരു റീജിയണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രാവിറ്റേഷൻ കൊണ്ട് അതിന് ഉയരത്തിലേക്ക് വാട്ടർ വേപ്പറിന് പോകാൻ വേണ്ടി കഴിയില്ല. ഭൂമിയിലുള്ള കാലാവസ്ഥയിലെ എല്ലാ പ്രതിഭാസങ്ങളും നടക്കുന്ന ഈ ഒരു റീജിയണിലാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിഭാസങ്ങളും ഈ റീജിയണിലാണ് നടക്കുക. മഴയും മറ്റു കാര്യങ്ങളൊക്കെ ഈ റീജിയണിലാണ് ഉണ്ടാവാറുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം. നമ്മൾ പലപ്പോഴും നിങ്ങൾ റോഡ് സൈഡിലൂടെ പോവുകയാണെങ്കിൽ ജസ്റ്റ് റോഡ് സൈഡിലുള്ള ഒരു സസ്യം ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, ഒരു കറുത്ത പൊടിയാവും നമ്മളെ കയ്യിൽ. എന്താ കാരണം? വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക ഈ ഇലയിൽ തട്ടി നിൽക്കും. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പൊളൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എയർ പൊല്യൂഷന് കാരണമാവുന്ന വസ്തുക്കളാണ് നമ്മൾ പൊളൂട്ടൻസ് വിളിക്കുക. പൊല്യൂഷന് കാരണമാവുന്ന വസ്തുക്കളാണ് നമ്മൾ പൊളൂട്ടൻസ് എന്ന് വിളിക്കുക. എയർ പൊല്യൂഷന് കാരണമാവുന്ന എയർ പൊളൂട്ടൻസ് എന്ന് വിളിക്കും. അപ്പോൾ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹാർംഫുൾ കെമിക്കൽസ്, ബയോളജിക്കൽ വേസ്റ്റ് ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ഇൻ ടു അറ്റ്മോസ്ഫിയർ. എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ ഒരേപോലെ ഗുരുതരമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പൊളൂട്ടൻസ് നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പ്രൈമറി പൊളൂട്ടൻസും സെക്കൻഡറി പൊളൂട്ടൻസും. പ്രൈമറി പൊളൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന സാധനം. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതൊക്കെ നമ്മുടെ വാഹനങ്ങളുടെ പുകയിൽ നിന്ന് നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ്. അതിന് പ്രൈമറി പൊളൂട്ടൻസ് എന്ന് വിളിക്കുക. സെക്കൻഡറി പൊളൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്നതല്ല, പക്ഷെ പ്രൈമറി പൊളൂട്ടൻസുമായി ഇൻട്രാക്ട് ചെയ്തിട്ട് മറ്റു പല സബ്സ്റ്റൻസുകളും പ്രൈമറി പൊളൂട്ടൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ് സെക്കൻഡറി പൊളൂട്ടൻസ്. പ്രൈമറി പൊളൂട്ടൻസിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന മറ്റുള്ള സാധനം നോർമൽ കേസിൽ നമുക്ക് അപകടകാരി ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഈ പ്രൈമറി പൊളൂട്ടൻസുമായിട്ട് അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അപകടകാരികളായിട്ട് മാറും. പ്രധാനപ്പെട്ട പ്രൈമറി പൊളൂട്ടൻസ് ആണ് കാർബൺ മോണോക്സൈഡ്, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ലൈക്ക് പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, കോൾ ഓർ വുഡ്. നമ്മൾ അടുപ്പിലൊക്കെ തീ കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എയർ ഓക്സിജൻ ഇല്ലാതെ കത്തുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, കളറില്ല, സ്മെല്ലില്ല, അതുപോലെ വെരി പോയിസണസ് ഇൻ നേച്ചർ, വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. തുടർച്ചയായിട്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും, അല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളൊക്കെ വരും. ഇതൊന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തു. അതും കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, നോൺ ടോക്സിക് ഗ്യാസ് ആണ്. വാഹനങ്ങളുടെ പുക പടലത്തിൽ നിന്ന് അതേപോലെ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ ഗ്യാസ് കത്തിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോഴൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് സൾഫർ ഓക്സൈഡുകളാണ്. സൾഫറിൻ്റെ ഓക്സൈഡുകൾ പ്രധാനമായിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്, SO2. കോള് അല്ലെങ്കിൽ പെട്രോളിയം കത്തിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയൊക്കെയാണ് ഈ കോള് അതേപോലെ കോളിൻ്റെയും പെട്രോളിയത്തിൻ്റെയൊക്കെ ബേണിങ്ങിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡ് കമ്പസ്റ്റൻ ഓഫ് കോൾ ആൻഡ് പെട്രോളിയമാണ്. പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അതേപോലെ കോളിൻ്റെ പെട്രോളിയത്തിൻ്റെയൊക്കെ കമ്പസ്റ്റനിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് സൾഫർ ഡൈ ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും. മറ്റൊന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ്. ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസാണ്, ഒരു ബാഡ് സ്മെല്ലുള്ളൊരു സാധനമാണിത്. നൈട്രജൻ്റെ പല ഓക്സൈഡുകൾ ഉണ്ടെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡാണ് പ്രധാനമായിട്ട് ഉള്ളത്. ഇതും നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനും ആസിഡ് റെയിനൊക്കെ കാരണമാകും. അത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, മീഥേന്, ബെൻസീന്, ടൊളുവിന്, സൈലീന് പോലുള്ള സാധനങ്ങളൊക്കെയാണ്. ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടെയാണ് ഇത്. പർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് മറ്റൊന്നുള്ളത്. ടൈനി പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ്സ് ഓർ ലിക്വിഡ്സ് സസ്പെൻഡഡ് ഇൻ എയർ. സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്നും കൂടെ ഇതിനെ വിളിക്കാറുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റുമൊക്കെ അതേപോലെ നമ്മൾ
സാധനങ്ങളെ കത്തുമ്പോൾ ശരിക്കും കത്താതെ ഉണ്ടാകുന്ന ചെറിയ പൊടികളാണിത്. CFC പഴയ കാലങ്ങളൊക്കെ നമ്മൾ റെഫ്രിജറേഷന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന വാതകമാണ് CFC. നമ്മൾ CFC അങ്ങനെ ഉപയോഗിക്കുന്നില്ല. CFC ഓസോൺ ലെയറിന് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഓസോൺ ലെയറിൽ വിള്ളലൊക്കെ സംഭവിക്കാനുള്ള കാരണം ഈ CFCയുടെയൊക്കെ അമിതമായ ഉപയോഗമാണ്. അതായത് സെക്കൻഡറി പൊളൂട്ടൻസ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.